ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. 8-ാം ദിവസം ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു. സദരം ഭുക്വാ സുഖേന വസിച്ചിതു പാദപമൂലേ ദലാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥനന്ദനനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നിതുടജാന്തികേ എന്ന വാർത്ത വൈകാതെയുണർത്തിക്കയെന്നപ്പോൾ. താപസശ്രേഷ്ഠനോട ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോടു ചൊല്ലിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രിതവത്സല പാർത്തിരുന്നീടുന്നു. ശ്രുത്വാ ഭരദ്വാജനിദ്ധം സമുദ്ധായ ഹസ്തേ സമാദായ സാർഘ്യപാദ്യാദിയും. ഗത്വാ രഘുത്തമസന്നിധൗ സത്വരം ഭക്ത്യൈവ പൂജയിത്വാ സഹ ലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യാ പരമാനന്ദാബ്ധൗ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ ഭാര്യാനുജാന്വിതം. ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമിയെന്നരുളി ചെയ്തു. പാദരജസാ പവിത്രയാക്കിടു നീ വേദാത്മകാമമ പർണശാലാമിമാം. യുദ്ധമുക്തോടജമാ ആനീയസാ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം. പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു, നിന്നോടു സംഗമമുണ്ടാക കാരണമിന്നു വന്നു തപസ്സാഫല്യമൊക്കവേ. ആദം മയാ തവോദന്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായതുമായയാ ഭൂതലേ. ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേനിന്നതിനെന്നെടോ. ജ്ഞാനദൃഷ്ട്യാതവധ്യാനൈകജാതയാ ജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ. എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു, ക്ഷത്രബന്ധുക്കളായുള്ളൊരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കേണമേ. യുദ്ധമന്യോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി.
വാൽമീകി ആശ്രമപ്രവേശം. ഉദ്ധാനവും ചെയ്തുഷസി മുനിവരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്ദീ നദിയെയും ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ. തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുലസങ്കുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമവൃക്ഷലതാപരിശോഭിതം നിത്യകുസുമഫലദലസംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരക്ഷണമിന്ദ്രാദിവൃന്ദാരകൈരഭിവന്ദിതം ബാണതോണീരധനുർധരം വിഷ്ടപത്രാണനിപുണം ജടാമകുടോജ്വലം ജാനകീലക്ഷ്മണോപേതം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ. സന്തോഷബാഷ്പാകുലാക്ഷനായി രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നിടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യപീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽപൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപൂണ്ടർഘ്യവാദ്യാദികൾ കൊണ്ടധ മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുദാ. ഭുക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും. ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ, വേദാന്തിനാം ഭവതാമറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടിയെന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികയുണ്ടാശ മഹാമുനേ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണമരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലമങ്ങനെയാകയാലെന്തു ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം. സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാനുത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മനപ്പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായോരു മനസ്സൊടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടുമിഷ്ടേതരാപ്തിക്കനുതാപവുമില്ല. സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു.
ക്ഷുത്രുദ്ഭവ സുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കിലാത്മാവിനില്ലേതും. യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഖനം വേദസ്വരൂപമനന്തമേകം സദാ. വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം. സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനമലേപകം. വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ. തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ ദൃഢീകൃതചേതസാ സന്തതം ത്വൽപാദസേവാരതാത്മനാം. സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം. അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധേ. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്രസമാചാര തൽപരയായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദുജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകദാ. സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ. വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ. നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനഘോരമഹാവനെ. ദൃഷ്ട്വാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു തിഷ്ഠ തിഷ്ഠത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറകുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ. നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേൻ നൃപാത്മജാ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും പ്രപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടനെന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടുപോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ.
നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തക്കരണവും ത്യക്വാ ധനുഷദാ ശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ. ദുർഗതി സാഗരേ മഗ്നനായിടുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന രക്ഷിച്ചുകൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പഷ്ടമിത്യുക്ത്വാ പതിതം തപ പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരുമരുൾ ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സ്വദൈവാസ്തു തേ. സദ്യഫലം വരും സജ്ജനസംഗമാത് വിദ്വജ്ജനാനാം മഹത്വമേതാദൃശം. ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും. അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു. ദുർവൃത്തനേറ്റം ദ്വിജാധമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപി വാ. മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന. യുദ്ധമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്തവർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ. നിത്യം മരാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ടനാരദം. ഞങ്ങളിങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നീടു നീ. യുദ്ധമനുഗ്രഹം ദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നീനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും. പുറ്റുകണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. താപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ. നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശു നാകൂതരാൽ. വാൽമീകമധ്യേതോ നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ. വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാംനായ വേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളുമെന്നു തുടങ്ങി. ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടിനേൻ. ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ. രാജീവലോചനം രാമം ദയാവരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണ ത്രിദശകുലപതേ. ചിത്രകൂടപ്രവേശം. സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി. ചിത്രകൂടാചല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാമുനി. തെക്കും വടക്കും കിഴക്കു പടിഞ്ഞാറും അക്ഷിവിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചവിടയിരിക്കുന്നരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരുവീടിനാൻ രാമനും. വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ. ദേവമുനിവരസേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥന്റെ ചരമഗതി. മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുചാചെന്നയോധ്യ പൊക്കീടിനാൻ. വസ്ത്രേണ വക്ത്രവുമാശ്ചാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റിറ്റു വീണും തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ.
ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുധേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃപോത്തമൻ, സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ അതിപാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയതെന്നുട ലക്ഷ്മണനെന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരിജലോചനേ ബാലേ മിഥിലജേ, ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേൻ തവാജ്ഞയാം. ശൃംഗിവേരാഖ്യപുരസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ. കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ. തൃക്കൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ. ചൊല്ലേണമെന്നുട താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാളാനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗദം. ശ്വശ്രുപാദേഷു സാഷ്ടാംഗ നമസ്കാരം. തോണികരേറി ഗുഹനോടുകൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും. അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കര നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യമന്ദം നിവൃത്തനായിടിനേൻ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം. ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ. മൽപുത്രനെ കാനനാന്തേ കളവതിനെ പാപിയെന്തു പിഴച്ചിതു ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചൊന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ. പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ. ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം. കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി. വാഹിനീ തീരേ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി. ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു. കുംഭവും കൊണ്ടു നീർ കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധൗ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു തുമ്പിക്കൈയിലംഭോഗതമിതി. ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയച്ചീടിനേൻ. ഹാഹാഹതോസ്മ്യഹം ഹാഹാഹതോസ്മ്യഹം ഹാഹേതി കേട്ടിട്ടു മാനുഷവാക്യവും. ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീല, കേനവാഹന്തഹദോഹം വിധേ വൃഥ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാരാർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ.
ഇത്തരം മർത്യനാദം കേട്ടു ഞാനതിത്രസ്ഥനായി തത്ര ചെന്നത്തലോടും തഥാ താപസബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധിനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേനതിപാപിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പാദങ്ങളിൽ വീണു കേണീടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നീടുന്നു. ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനീ. വൃത്താന്തമെല്ലാം അവരോടറിയിക്ക, സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ. എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നവിടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മൽപാദവിന്യാസജധ്വനി കേൾക്കയായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദനം വേഗേന തണ്ണീർ തരിക നീ സാദരം. യുദ്ധമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യമൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാം. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭിവരൻ നിജതുമ്പിക്കരം തന്നിൽ അംഭസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതുമ്പലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതുമൂലം അവനുമെന്നോടു ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നതിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലെടോ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പുക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്കയെന്നെന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുടറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദപങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരടിയെന്നവലംബനം. ജന്തുവിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാർ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടുതലോടിത്തനയ ശരീരവും. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിനേനന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും
വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതപോധനന്നേരമെന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമപുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമ ലക്ഷ്മണ, ഹാ ഗുണംബുധേ. നിങ്ങളോടും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കുസുരാലയം. നാരീജന വിലാപം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോട് മുഴറി സസംഭ്രമം അന്തഃപുരമകം പുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ, ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയരാജ്യമകം പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനയെന്നതിവിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയരാജ്യമകം പുക്കുന്നത്വാ യുധാജിത്തിനോടു ചൊല്ലിടിനാർ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പ്രിയരെ, ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.